അതിനകത്തൊരു വീഡിയോ അപ്പോൾ നമ്മൾ തന്നിട്ടുള്ളത് ഈ ഫുട്ബോൾ പുതിയ വന്ന ഗോൾ കീപ്പറിൻ്റെ സ്കിൽ ബൂസ്റ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. മറ്റേ എന്തായിരുന്നു ഡയറക്റ്റിംഗ് ഡിഫൻസ് ആണ് ഗോൾ GK ഡയറക്റ്റിംഗ് ഡിഫൻസ് എന്ന് പറഞ്ഞ ഒരു റോളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സ്കില്ലാണ് ഓക്കെ. അതിൻ്റെ 4 എടുക്കണം എന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, അതിൽ 4 പ്ലെയേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പ്ലെയർ നമുക്ക് ഇതിനകത്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഒന്ന് പിക്ഫോർഡിനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് ഡീഗോ കോസ്റ്റയെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ലിവാക്കോവിച്ച്. നിങ്ങൾ സ്കോഡിലിടാൻ റേറ്റിംഗുള്ള പ്ലെയറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിക്ഫോർഡ് ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ. കാരണം പിക്ഫോർഡ് അത്യാവശ്യം നല്ല സ്റ്റാർട്ടിങ് കാര്യങ്ങളും തരുന്നുണ്ട്. 101 റേറ്റിംഗ് എങ്ങാൻ പോകുമെന്ന് തോന്നുന്നു. ഹൈറ്റ് പൊതുവേ പിക്ഫോർഡിനാണ് ഏറ്റവും കുറവ് എന്ന് വെച്ചാൽ 155 ആണ്. ഡിഗോ കോസ്റ്റയ്ക്ക് 156 മറ്റേത് 157. പിന്നെ ഞാൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞ പ്ലെയറിനാണ് 191 അങ്ങനെ ഇത് വരുന്നുണ്ട് ഹൈറ്റ്. ബിഗ് ആണെങ്കിൽ അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണ്. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റിൽ നിന്ന് കൗണ്ടർ വരുന്ന സമയത്ത് നമ്മൾ ബോളിനെ കയറ്റി വെക്കില്ലേ, ആ സമയത്തുള്ള ഗോൾ കീപ്പറാണ്. അങ്ങനെ കയറ്റാൻ പറ്റുന്ന ഗോൾ കീപ്പറാണ്, അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണ്. സോ നല്ലൊരു സ്റ്റാറ്റ്സും കാര്യങ്ങളും കൂടി തരുന്നുണ്ട്. ഗോൾ കീപ്പർ അവയർനെസ് 82 കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പിക്ഫോർഡിൽ നിന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്കോഡിലിടാൻ റേറ്റിങ്ങും പിന്നെ അറ്റാക്കിംഗ് ഗോൾ കീപ്പിങ്ങുമാണ് എടുക്കുന്നതെങ്കിൽ പിക്ഫോർഡ് നല്ല ഓപ്ഷൻ ആയിരിക്കും. അടുത്ത ഡീഗോ കോസ്റ്റയെ കുറിച്ച് പുള്ളിക്കാരൻ ഒരു അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണ്. നിങ്ങളിപ്പോൾ പോർച്ചുഗൽ പ്ലെയറിനാണെങ്കിൽ ഡീഗോ കോസ്റ്റയെ എടുക്കാവുന്നതാണ്. ഡീഗോ കോസ്റ്റ അത്യാവശ്യം സ്റ്റാറ്റ്സ് ചെയ്യുന്നുണ്ടെങ്കിലും പിക്ഫോർഡിനെ അപേക്ഷിച്ച് ഇത് വളരെ ചെറിയ സ്റ്റാറ്റ്സ് തന്നെയാണ്. അടുത്തൊക്കെ ആണെങ്കിൽ ലിവാക്കോവിച്ച് അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളുണ്ട്. പിന്നെ എന്താണ് ഡിഫെൻസീവ് ഗോൾ കീപ്പറായിട്ടാണ് കളിക്കുന്നത്. കൂട്ടത്തിൽ ഏറ്റവും റേറ്റിംഗ് കുറഞ്ഞത് ലിവാക്കോവിച്ചിനാണെന്ന് തോന്നുന്നു. ഓക്കെ, ഡിഫെൻസീവ് ഗോൾ കീപ്പറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ലിവാക്കോവിച്ചിനെ എടുക്കാവുന്നതാണ്. ഇതാണ് ലിവാക്കോവിച്ചിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീഗോ കോസ്റ്റൻ്റെ ഒപ്പം തന്നെയുള്ള സ്റ്റാറ്റ്സും കാര്യങ്ങളുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ട്രെയിൻ ചെയ്യുമ്പോഴാണ് ഇനിയിപ്പോൾ അറിയാൻ കഴിയും കൂടുതൽ സ്റ്റാറ്റ്സും കാര്യങ്ങളും. ജമ്പിങ്ങും ഫിസിക്കൽ കോണ്ടാക്റ്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡീഗോ കോസ്റ്റയെ നോക്കുകയാണെങ്കിൽ ജമ്പിങ്ങും ഫിസിക്കൽ കോണ്ടാക്റ്റും ഇല്ല എന്നതാണ്. ജമ്പിങ്ങും ഫിസിക്കൽ കോണ്ടാക്റ്റും ഓക്കെ പിക്ഫോർഡിനും ഇല്ല. ആകെ ഇതിനകത്ത് ലിവാക്കോവിച്ചിന് മാത്രമാണ് ജമ്പിങ്ങും ഫിസിക്കൽ കോണ്ടാക്റ്റും ഉള്ളത്. അതായത് കൂടുതൽ ജമ്പ് ചെയ്യാനൊക്കെ കഴിയാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലിവാക്കോവിച്ച് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ഡിഫൻസീവ് ഗോൾ കീപ്പർ ആയി എന്നതാണുള്ളൂ. പിന്നെ ഈ ഒരു പോളണ്ടിൻ്റെ ഗോൾ കീപ്പറാണെന്ന് തോന്നുന്നു, മാർട്ടിൻ പൈസാണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയാൻ 191 ഒക്കെ ഈ ഹൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഡിഫെൻസീവ് ആണ്. പുള്ളിക്കാരൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 3 പേരോടും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറഞ്ഞ സ്റ്റാറ്റ്സും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളൂ. കുറഞ്ഞതെന്ന് വെച്ചാൽ മോശമില്ലാത്തതാണ്. ഓക്കെ, പുള്ളിക്കാരന് ജമ്പിങ് ഇല്ല, അതുപോലെ തന്നെ കിക്കിംഗ് പവർ ഇല്ല, ആകെ ഫിസിക്കൽ കോണ്ടാക്റ്റ് മാത്രമേ ഉള്ളൂ. ജമ്പിങ് ഇല്ലാണ്ട് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, കാരണം ഇത് ഗോൾ കീപ്പറാണ്. ഓക്കെ, ഞാൻ ഇതിനകത്ത് സജസ്റ്റ് ചെയ്യുന്ന 3 പ്ലെയേഴ്സാണ്. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലിവാക്കോവിച്ചും പിക്ഫോർഡുമാണ്. 2ാം സ്ഥാനമാണ് ഞാൻ ഡിഗോ കോസ്റ്റയ്ക്ക് കൊടുക്കുന്നത്. ഡിഗോ കോസ്റ്റയ്ക്കാണ് സ്റ്റാറ്റ്സ് വൈസ് ഇതിനോട് ലിവാക്കോവിച്ചിനെക്കാട്ടും കൂടുതൽ. പക്ഷേ ലിവാക്കോവിച്ചിന് ജമ്പിങ് കൂടെ ഉള്ളതുകൊണ്ട് അതും ഒരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.